വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു ബോർഡർ ഡിസൈനാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാറ്റേൺ ഞാൻ വരച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ വരച്ചിരിക്കുന്ന പാറ്റേൺ. ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് ആങ്കറിൻ്റെ കോട്ടൺ ത്രെഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു ത്രെഡ് എടുത്തേക്കുന്നത് പേൾ കോട്ടൻ്റെ ത്രെഡാണ്. ഈ ഒരു വർക്ക് സ്ലീവ്സിൻ്റെ ബോർഡറിൽ വരുന്ന പോലെ ചെയ്യാനായിട്ടാണ്. ഇതാണ് നമ്മുടെ ക്ലോത്തിൻ്റെ ബോർഡർ. ഇത് നമ്മൾ ഇതുപോലെ മടക്കി അടിക്കാനായിട്ടുള്ളതാണ്, സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അവിടുന്ന് ഒരു 1.5 ഇഞ്ച് മാറിയിട്ടാണ് ഈ ഒരു പാറ്റേൺ വരച്ചേക്കുന്നത്. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പാറ്റേൺ ട്രേസിങ് പേപ്പർ വെച്ച് ട്രേസ് ചെയ്ത് വരച്ചതാണ്. അത് യെല്ലോ കളർ ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ പുറത്തിൽ കൂടെ പെൻസിൽ വെച്ച് വരച്ചേക്കുന്നതാണിത്. അപ്പോൾ ഈ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം സിംഗിൾ സ്ട്രാൻഡിലാണ് പേൾ കോട്ടൻ്റെ ത്രെഡ് എടുത്തേക്കുന്നത്. സൈഡിൽ ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഭാഗം ചെയ്യാനായിട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ ഈ ഒരു ഹാഫ് പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ പോയിൻ്റായിട്ട് നിൽക്കാനായിട്ട് ഞാൻ ഈ നീഡിൽ താഴേക്ക് ഒന്ന് ഇറക്കുകയാണ്. ഇനി നെക്സ്റ്റ് ഹാഫാണ് തുടങ്ങുന്നത്. അപ്പോൾ അത് നമ്മളിവിടെ ത്രെഡ് കട്ട് ചെയ്തിട്ട് ഞാൻ ഈ ഭാഗത്ത് നിന്ന് തുടങ്ങാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം ഈ പോയിൻ്റ് ചെയ്ത് നിൽക്കുന്ന ഈ ഭാഗം താഴേക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാണ്. അതിന് ചെറുതായിട്ടൊന്ന് നീഡിൽ മുകളിലേക്ക് എടുക്കുക, എന്നിട്ട് ജസ്റ്റ് താഴേക്ക് വലിക്കുകയാണ്. ഇനി നോർമലായിട്ട് നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാനായിട്ടാണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്കും റിപ്പീറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഈ സൈഡിലുള്ള ഭാഗം ചെയ്ത് കഴിഞ്ഞു. ഇനി നടുക്കുള്ള ഭാഗം ഫില്ല് ചെയ്യാനായിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് ആങ്കർ ത്രെഡ് എടുത്തിട്ടുണ്ട്. കോട്ടൺ ത്രെഡാണ്. 6 സ്റ്റാൻഡ്സിൽ എടുത്തിട്ട് സൈഡിൽ ഇതുപോലെ ടൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഈ ഒരു ഭാഗം റിംഗ് നോട്ട് വെച്ച് ഫില്ല് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ മിഡിൽ ഭാഗം ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി ഈ കാണുന്ന ഏരിയയിലാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ലോങ് ഫ്രഞ്ച് നോട്ടാണ് കൊടുക്കുന്നത്. അതിന് നീഡിൽ ക്ലോത്തിൻ്റെ മേളിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നമ്മളൊന്ന് ചെറുതായിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് വൈൻഡ് ചെയ്യുന്നത്. ഇവിടെ ഈ ലൈനിൻ്റെ നീളത്തിനനുസരിച്ച് ത്രെഡ് നമ്മൾ വിട്ട് കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ വൈൻഡ് ചെയ്ത് ജസ്റ്റ് താഴേക്ക് ഇറക്കാണ്. ഇപ്പോൾ ഒരു മോട്ടീഫ് കഴിഞ്ഞു. ഇതുപോലെ തന്നെ ഈ ഒരു ഏരിയ മുഴുവനായിട്ട്, അതായത് നമ്മുടെ സ്ലീവിൻ്റെ ബോർഡറിൽ മുഴുവനായിട്ട് ഈ ഒരു പാറ്റേൺ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം. ഇപ്പോൾ ബോർഡറിൽ മുഴുവനായിട്ട് ഈ ഒരു പാറ്റേൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ലുക്ക്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.